+1 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ്. ഇന്ന് +1 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് 12/6/2024 10 AM തൊട്ടിട്ട് 13/6/2024 5 PM വരെയാണ്. സോ ഈ 2 ദിവസത്തിനുള്ളിൽ അഡ്മിഷൻ എടുക്കണം. വെബ്സൈറ്റ് www.hscap.kerala.gov.in ആണ്. കാൻഡിഡേറ്റ് ലോഗിൻ SWയിൽ പോയിട്ട് സെക്കൻഡ് അലോട്ട് റിസൾട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുത്ത് വെക്കുക. +1 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 12th 13th സോ അഡ്മിഷൻ കിട്ടിയവർ ജൂൺ 12 രാവിലെ 10 മണി മുതൽ ജൂൺ 13 വൈകിട്ട് 5 മണി വരെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അലോട്ട്മെൻറ്റ് വിവരങ്ങൾ അഡ്മിഷൻ വെബ്സൈറ്റായ www.hscap.kerala.gov.in കാൻഡിഡേറ്റ് ലോഗിൻ SWSൽ സെക്കൻഡ് അലോട്ട് റിസൾട്ട് എന്ന ലിങ്കിലൂടെ ലഭിക്കും. സോ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടിൽ നിന്ന് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിന് ആവശ്യമുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിന്നും പ്രിൻ്റ് എടുത്ത് അഡ്മിഷൻ സമയത്ത് നൽകാവുന്നതാണ്. ഒന്നാം അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റിൽ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ആ സ്കൂൾ എന്നാണ് കിട്ടിയത്, വേറെ ചേഞ്ച് ഇല്ല. നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് ചേർന്നെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലെറ്റർ വേറെ എടുക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ മതി. മെറിറ്റ് കോട്ടയിൽ ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഫീസ് അടച്ച് സ്ഥിരം പ്രവേശനം നേടാം. സോ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യണം. അലോട്ട്മെൻറ്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് മാത്രമേ അടയ്ക്കേണ്ടതുള്ളൂ. അപ്പം നിങ്ങളുടെ ഇതിൽ എത്രയാണോ ഫീസ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രം അടച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും അടയ്ക്കേണ്ടതില്ല. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാവുന്നതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ താഴത്തെ സെക്കൻഡോ തേർഡോ ഫോർത്തോ ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. സോ നിങ്ങൾ അഡ്മിഷൻ കിട്ടിയിട്ടും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇതിൽ അലോട്ട്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് തങ്ങൾ അപേക്ഷിച്ച ഓരോ സ്കൂളിലെയും കാറ്റഗറി തിരിച്ചുള്ള അവസാന റാങ്ക് വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം രക്ഷിതാക്കളോടൊപ്പം 2024 ജൂൺ 13 വൈകിട്ട് 5 മണിക്ക് മുൻപായി തന്നെ സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാകേണ്ടതാണ്. സോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ 13 ജൂൺ 5 PM മുന്നേ അഡ്മിഷൻ എടുക്കണം. സെക്കൻഡ് അലോട്ട്മെൻറ്റിനോടൊപ്പം കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നടക്കുന്നതിനാൽ വിവിധ കോട്ടകളിലെ പ്രവേശനത്തിന് അർഹത നേടുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ കോട്ടയിൽ പ്രവേശനം തിരഞ്ഞെടുക്കേണ്ടതാണ്. സോ ഇതിനോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയും സ്പോർട്സ് കോട്ടയൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അതായത് ഏറ്റവും ഇഷ്ടമുള്ളത് മാത്രം തിരഞ്ഞെടുക്കുക. പ്രവേശന നടപടികൾ ഒരേ കാലയളവിൽ നടക്കുന്നതിനാൽ ഏതെങ്കിലും ഒരു കോട്ടയിൽ പ്രവേശനം നേടിയാൽ മറ്റൊരു കോട്ടയിലെ പ്രവേശനം മാറ്റാൻ സാധിക്കുകയില്ല. സോ ഏതെങ്കിലും ഒന്നിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയാൽ പ്രശ്നമില്ല. ഓക്കെ, കിട്ടിയാലും അത് മറ്റേത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്തിരിക്കും. ഓക്കെ, ഇതുവരെ അപേക്ഷിക്കുവാൻ കഴിയാത്തവർക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സോ നിങ്ങൾ ഇതുവരെ അലോട്ട്മെൻറ്റ് അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലം ഫൈനൽ കൺഫഷൻ നൽകാത്തതിനാലും അലോട്ട്മെൻറ്റ് പരിഗണിക്കാത്ത അപേക്ഷകർക്കും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരാണെങ്കിലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നൽകാം. ഓക്കെ, ഇനി മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ പ്രവേശനം നിരാകരിക്കപ്പെട്ട സപ്ലിമെൻ്ററി ഘട്ടത്തിൽ തെറ്റുതിരുത്തി അപേക്ഷ പുതുക്കി സമർപ്പിക്കാവുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള വേക്കൻസി നോട്ടിഫിക്കേഷൻ മുഖ്യഘട്ട പ്രവേശന സമയം പരിധിക്കു ശേഷം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയാണെന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു നോട്ടിഫിക്കേഷൻ. സോ ജൂൺ 12 13 മുന്നേ, അതായത് ജൂൺ 13 5 PM മുന്നായിട്ട് അഡ്മിഷൻ കിട്ടി എല്ലാവരും ജോയിൻ ചെയ്യുക. ടെമ്പററി ആയിട്ടും പെർമനൻ്റ് ആയിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്.